ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇന്ദ്രജേ, ആരായിരിക്കും? എനിക്കിപ്പോ തോന്നുന്നത് അവൾക്കിപ്പോ കുറെ ശത്രുക്കളുണ്ടല്ലോ, അതിലാരെങ്കിലും ആയിരിക്കും. അല്ലാതെ പിന്നെ വേറെ ആരും കൊണ്ടുപോവാനാ? നിങ്ങളെന്താ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ആന്റി. വെറുതെ അങ്ങനെ മിടുക്കന്മാരാവാനൊന്നും നോക്കണ്ട. നിങ്ങൾ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുമ്പോൾ മിക്കവാറും എന്തേലും കുഴപ്പങ്ങൾ ഈ കുടുംബത്തിലുണ്ടാവും. അങ്ങനെ മമ്മിക്ക് സംശയമാണെങ്കിൽ എന്താ ഞങ്ങൾ സംസാരിച്ചെന്ന് പറയാവോ? എനിക്കറിയില്ല, പറയേ. അത് നന്ദിനിയുടെ മിസ്സിങ്ങുമായി മമ്മിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോന്നാ ഞങ്ങളുടെ സംശയം. അല്ല, നിങ്ങൾ രണ്ടുപേരിലും ആർക്കാ അങ്ങനെ ഒരു സംശയം? അയ്യോ ആന്റി, എനിക്കില്ല. ഇന്ദ്രജ എന്നോടൊരു സംശയം പറഞ്ഞു. ഞാനാണോ? വിജയല്ലേ എന്നോട് ചോദിച്ചത്? മതി മതി, നിങ്ങൾ രണ്ടുപേരും സംശയിക്കുന്നു, അതാ സത്യം. അല്ല, ഇതിനു മുമ്പ് 2 തവണ അവളെ ആരോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അതിന്റെ കാരണക്കാരി ഞാനായിരുന്നു. നിങ്ങളെക്കാൾ വലിയ CID അന്വേഷണം നടത്തുന്ന 2 പേരുണ്ട് ഈ കുടുംബത്തില്. നിന്റെ ഡാഡിയും നിന്റെ സഹോദരനും. അവര് രണ്ടുപേര് വിചാരിച്ചിട്ട് എന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റും കണ്ടുപിടിച്ചില്ലല്ലോ. മമ്മിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറയുന്നതാ. ചുമ്മാ ഓരോന്നും പറയും. ഇനി അത് ആരുടെങ്കിലും ചെവിയിൽ വീണാൽ പിന്നെ അവർ ആ സംശയം അങ്ങോട്ട് ഉറപ്പിക്കും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ വീടിനകത്ത് നിങ്ങളുടെ ഡാഡിയോ സൂര്യ അന്വേഷിച്ച് പുറത്തുനിന്ന് ആരെങ്കിലും ചോദിച്ചു വന്നാ ആവശ്യമില്ലാത്ത സംസാരം ആരുടെ നാവിന്നുണ്ടാവരുത്, കേട്ടല്ലോ? മിസ്റ്റർ യതീന്ദ്രദാസ് ഇല്ലേ?
ഗുഡ് മോർണിംഗ് സർ. സാർ ഇരിക്കും. സർ, എന്തായി നിങ്ങളുടെ അന്വേഷണം? എല്ലാ സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. സർ പ്ലീസ്, നന്ദിനിയെ കാണാതായിട്ട് ഇപ്പൊ സമയം ഒരുപാടായി. ഓക്കെ, സാധാരണ ഇത്തരം മിസ്സിങ്ങുകൾ സംഭവിക്കുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അതിന്റെ അർത്ഥം അത്തരത്തിൽ എന്തോ ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ? Tell me. സർ, അവള് ഇവിടുത്തെ വെറും ഒരു വേലക്കാരിയാ. വേലക്കാരിയോ? പക്ഷെ ഇദ്ദേഹം പറഞ്ഞ പരാതിയിൽ പറയുന്നത് നന്ദിനി മരുമോളാണെന്നാണല്ലോ. സർ, അത് എന്റെ മകന് പറ്റിയൊരു അബദ്ധം. ഓ, മനസ്സിലായി. മകന് പറ്റിയൊരു അബദ്ധം. അപ്പൊ സ്വാഭാവികമായും അമ്മായി അമ്മയും മരുമോളും തമ്മിലുള്ള യുദ്ധം തന്നെ അല്ലേ? കാലം എത്ര പുരോഗമിച്ചാലും അതിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. സർ, ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവള് ഞങ്ങളുടെ തോട്ടത്തിൽ ജോലിക്ക് നിൽക്കുന്നവളായിരുന്നു. അവൾ അവനെ മയക്കിയെടുത്ത് ഈ കുടുംബത്തിൽ കയറി പറ്റിയതാണ്. ഞങ്ങൾക്കാർക്കും അവളെ ഇഷ്ടമല്ല സാർ. അത് സത്യം തന്നെയാണ് സാർ.